പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ ഇതുവരെ എടുത്ത ഭാഗങ്ങൾ ഓരോ പ്രാവശ്യവും എനിക്ക് ഗ്രൂപ്പിലിടാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പുതുതായിട്ട് ഗ്രൂപ്പിൽ ചേർന്ന കുട്ടികളുണ്ടെങ്കിൽ എൻ്റെ ചാനലായിട്ടുള്ള സ്റ്റാറ്റി ഫോർ യു ഇവിടെ കാണിക്കുന്നുണ്ട്. സ്റ്റാറ്റി ഫോർ യു ഇതേപോലെ ടൈപ്പ് ചെയ്താൽ, യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ എൻ്റെ ചാനൽ കിട്ടും. അതിൽ നിന്ന് ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ഇയറിലെ മൂന്നാമത്തെ ചാപ്റ്റർ എന്താണ്? ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ആക്കി എന്നെല്ലാം പറയുന്നില്ല. നമ്മൾ കുട്ടികൾ പലതരത്തിലുള്ള ആൾക്കാരെ ക്ലാസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ പലതരത്തിലുള്ള സാധനങ്ങൾ ക്ലാസിഫൈ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന്? ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ ഡാറ്റ അക്കോർഡിംഗ് ടു സം ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അതായത് ഗ്രൂപ്പിനെ, കുറച്ച് ഡാറ്റേനെ ഗ്രൂപ്പാക്കി തിരിക്കുന്നതാണ്. ഏതിൻ്റെ ബേസിലാണ്? ചില ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് ഡാറ്റേനെ അതിൻ്റെ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പാക്കി തിരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ ഡാറ്റ അക്കോർഡിംഗ് ടു സം ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഇവിടെ താഴെ ഉള്ള ചിത്രങ്ങൾ നോക്കും എല്ലാവരും. അവിടെ ബാൾ പോയിൻ്റ് പെന്നിൻ്റെ ഒരു കൂട്ടമുണ്ട്, അതേപോലെ ഇങ്ക് പെന്നിൻ്റെ ഒരു കൂട്ടമുണ്ട്, അതേപോലെ ജെല്ല് പെന്നിൻ്റെ ഒരു കൂട്ടമുണ്ട്. അപ്പോൾ 3 ഗ്രൂപ്പുകളാണ് അവിടെ തിരിച്ചിട്ടുള്ളത്. അത് അവയുടെ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലല്ല അതിനെ ഗ്രൂപ്പാക്കി തിരിച്ചത്. ഒന്ന് ബോൾ പോയിൻ്റ് പെന്നാണ്, അതിൻ്റെ ഒരു ഗ്രൂപ്പ്. പിന്നെ അതേപോലെ ഇങ്ക് പെന്ന്, അതിൻ്റെ ഒരു ഗ്രൂപ്പ്. ജെല്ല് പെന്ന്, അതിൻ്റെ ഒരു ഗ്രൂപ്പ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പാക്കി തിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. Classification based on the characteristics like sex, color, literacy, religion, etc., which cannot be numerically measured, is called qualitative classification. അപ്പോൾ ക്ലാസിഫിക്കേഷൻ കാര്യമായിട്ട് 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനും പിന്നെ ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനും. ഈ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗുണം ഏത് തരത്തിലുണ്ടാവും? സെക്സ്, അതായത് സെക്സ് മെയിൽ ഓർ ഫീമെയിൽ ഉണ്ടാവും. കളറിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാവും. ലിറ്ററസി, അതായത് ലിറ്ററസിയും ഇല്ലിറ്ററസിയും. റിലീജിയൻ്റെ ബേസിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് ഗ്രൂപ്പാക്കി തിരിക്കാം. ക്വാളിറ്റീൻ്റെ ബേസിൽ, അല്ലെങ്കിൽ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ക്ലാസിഫിക്കേഷനെ പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അത് ന്യൂമറിക്കലായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ സെക്സ് മെയിൽ ആൻഡ് ഫീമെയിലിനെ പറയാൻ പറ്റും. കളർ അത് ന്യൂമറിക്കലായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇത്ര കളറുണ്ട്, 1 കിലോ കളറുണ്ട് എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ലിറ്ററസി, അയാൾക്ക് 500 ഗ്രാം ലിറ്ററസിയാണ് ഉള്ളത്, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ന്യൂമറിക്കലായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉള്ള ക്ലാസിഫിക്കേഷനെ പറയുന്നത് എന്താണ്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. You can classify the pens with respect to the quantity of pens in the packet. അപ്പോൾ ഒരു പാക്കറ്റിലുള്ള പെന്നിൻ്റെ എണ്ണത്തിനനുസരിച്ച് അവയെ ഗ്രൂപ്പായി തിരിക്കാം. ഒരു പാക്കറ്റിലുള്ള പെന്നിൻ്റെ എണ്ണത്തിനനുസരിച്ച്. എല്ലാ പാക്കറ്റിലും ഒരേപോലെ ആയിരിക്കില്ല ഉള്ളത്. ചിലതിൽ 6ൻ്റെ പാക്കറ്റ് ഉണ്ടാവും, 2ൻ്റെ പാക്കറ്റ് ഉണ്ടാവും, 1ൻ്റെ പാക്കറ്റ് ഉണ്ടാവും, 12ൻ്റെ പാക്കറ്റ് ഉണ്ടാവും. അങ്ങനെ പലതരം എണ്ണത്തിൻ്റെ പാക്കറ്റുകൾ ഉണ്ടാവും, പെന്നിൻ്റെ പാക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഗ്രൂപ്പായി തിരിക്കാം. ഇഫ് ദ പെൻസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് പെൻസ് കണ്ടെയ്ൻഡ് ഇൻ ദ പാക്കറ്റ്, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അളവിൻ്റെ അടിസ്ഥാനത്തിൽ, ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നാണ്. ഇപ്പോൾ ഇവിടെ നോക്ക്, പെന്നിന് അതിൻ്റെ ക്വാണ്ടിറ്റി, അളവിൻ്റെ എത്ര പെന്നുണ്ട് അതിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് ഇവിടെ ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ 1 പെന്നേ കാണുന്നുള്ളൂ ഓരോ പാക്കറ്റിലും. അടുത്തതിൽ 5 എണ്ണം ഉണ്ടാവും. അപ്പോൾ അടുത്തതിൽ എല്ലാ പാക്കറ്റും 5 എണ്ണം ഉണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിലുള്ള എല്ലാം 1 ഉള്ളൂ. അപ്പോൾ അത് എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നല്ല ഒരു വേറെ ആക്കിയിട്ടുണ്ട്, 5ൻ്റെ പാക്കറ്റെല്ലാം വേറെ ആക്കിയിട്ടുണ്ട്. Classification based on the characteristics like height,
weight, thickness, count, area, volume, etc. which can be numerically measured is called quantitative classification. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും. അതായത് ഏതൊക്കെയാണ് ഹൈറ്റ് പറയാം, അല്ലാതെ ഹൈറ്റ് പറയാൻ പറ്റും കൃത്യമായിട്ട് അളന്നിട്ട്, വെയിറ്റ് പറയാൻ പറ്റും, തിക്നെസ്, കൗണ്ട്, ഏരിയ, വോളിയം, ഇതൊക്കെ അളക്കാൻ പറ്റും. അപ്പോൾ അളക്കാൻ പറ്റുന്ന ന്യൂമറിക്കലായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നത്, അളക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ന്യൂമറിക്കലായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്ലാസിഫിക്കേഷനെ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഇനി ഈ ചിത്രത്തിൽ നോക്കിക്കോളൂ എല്ലാവരും. ഇത് മാർച്ചിൽ പാക്ക് ചെയ്ത പെന്നുകളുടെ ഗ്രൂപ്പാണ് ആദ്യത്തേത്. രണ്ടാമത്തെ ഏപ്രിലിൽ പാക്ക് ചെയ്ത പെന്നിൻ്റെ കൂട്ടാണ്. അടുത്തത് മെയ്യിൽ പാക്ക് ചെയ്ത പെന്നിൻ്റെ ഗ്രൂപ്പാണ്. അടുത്തത് ജൂണിൽ പാക്ക് ചെയ്ത പെന്നിൻ്റെ പാക്കറ്റുകളാണ്. അപ്പോൾ ഇത് ടൈമിൻ്റെ ബേസിൽ, ടൈമെന്ന് പറഞ്ഞാൽ സമയമാവാം, ആഴ്ച ആവാം, മാസമാവാം, കൊല്ലമാവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഗ്രൂപ്പാക്കി തിരിച്ചതാണ്. അതിനെ പറയുന്നത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ പെന്നിനെ ക്രോണോളജിക്കൽ ക്ലാസിഫൈ ചെയ്തതാണ് ഇത്. അതായത് ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ, മാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സം യൂണിറ്റ്സ് ഓഫ് ടൈം ലൈക്ക് ഇയർ, മന്ത്, വീക്ക്, ഹവർ, എക്സെട്ര ഈസ് കോൾഡ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ടൈമിൻ്റെ ബേസിൽ, ടൈം എന്ന് പറഞ്ഞാൽ എങ്ങനെ ആവാൻ പറ്റും, ഇയർ ആവാൻ പറ്റും, മാസമാവാൻ പറ്റും, ആഴ്ച ആവാൻ പറ്റും, സമയമാവാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന ഗ്രൂപ്പിങ്ങിനെ പറയുന്നത് എന്താണ്? ക്രോണോളജിക്കൽ ഗ്രൂപ്പിംഗ്. അടുത്തത് നോക്കിക്കോളൂ. അടുത്തത്, ഇഫ് യു ക്ലാസിഫൈ ദ പെൻ അക്കോർഡിംഗ് ടു ദ കൺട്രി വേർ ദേ ആർ മെയ്ഡ്, ഇറ്റ് ഈസ് കോൾഡ് ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഓരോ രാജ്യത്തു നിന്ന് ഉണ്ടാക്കിയതാണെങ്കിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യത്തത് എവിടെയാണ്? തായ്ലൻഡിൽ ഉണ്ടാക്കിയത്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ തായ്ലൻഡ്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ പെൻ ഉണ്ടാക്കിയത് മെയ്ഡ് ഇൻ ജപ്പാൻ. അടുത്തത് മെയ്ഡ് ഇൻ ഇന്ത്യ. അടുത്തത് മെയ്ഡ് ഇൻ ചൈന. അപ്പോൾ 4 രാജ്യങ്ങൾ ഉണ്ടാക്കിയത് വേറെ വേറെ ഗ്രൂപ്പാക്കി തരുന്നുണ്ട്. അപ്പോൾ അവിടെ ഏരിയനെ ബേസ് ചെയ്തിട്ടാണ് എന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏരിയനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത് ഏരിയയുടെ ബേസിലാണെങ്കിൽ. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്ലേസ് ലൈക്ക് കോണ്ടിനെൻസ്, കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് എക്സെട്ര കോൾഡ് ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ രാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ ഭൂഖണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലോ, സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിലോ, ഡിസ്ട്രിക്റ്റിൻ്റെ അടിസ്ഥാനത്തിലോ, വില്ലേജിൻ്റെ അടിസ്ഥാനത്തിലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നത് എന്തെന്ന്? ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത് നമുക്ക് ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് നോക്കാം. ടാബുലേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റയുടെ ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് നോക്കാം. ദ മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിംഗ് ഡാറ്റ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഈസ് കോൾഡ് ടാബുലേഷൻ ഓഫ് ഡാറ്റ. ഇൻ അനദർ വേർഡ്സ്, ടാബുലേഷൻ ഈസ് ദ വേ ഓഫ് സിസ്റ്റമാറ്റിക് summarization and presentation of information contained in the given data in rows and columns. അതായത് നമുക്ക് കിട്ടിയ ഡാറ്റയെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ഡാറ്റ പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഡാറ്റകൾ ഉണ്ടാവും. അതിനെ നമുക്ക് ടേബിൾ ഫോമിലാക്കാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഫോമിലാക്കാൻ പറ്റും. ആ ടേബിൾ ഫോമിലാക്കുന്നതിനെ പറയുന്നത് ടാബുലേഷൻ. എന്നുള്ള പേര് വന്നത് തന്നെ അതുകൊണ്ടായിരിക്കും. ടേബിളിൻ്റെ ഫോമിലാക്കുന്നത് കൊണ്ടാണ് ടാബുലേഷൻ എന്ന പേര് വന്നത്. ഇൻ അനദർ വേർഡ്സ്, ടാബുലേഷൻ ഈസ് ദ വേ ഓഫ് സിസ്റ്റമാറ്റിക് സമ്മറൈസേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ ഗിവൺ ഡാറ്റ. തന്നിരിക്കുന്ന ഡാറ്റയിലുള്ള വിവരങ്ങളെ സിസ്റ്റമാറ്റിക് ആയിട്ട് സംഗ്രഹിക്കലും അവതരിപ്പിക്കുന്നതിനെയാണ് പറയുന്നത് എന്താണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. അത് റോസും കോളംസായിട്ട്, വരിയും നിരയുമായിട്ടാണ് അതിനെ എഴുതി ചേർക്കുന്നത് അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് ആ നേരത്തെ തന്ന വിവരങ്ങളുണ്ടല്ലോ, നേരത്തെ കിട്ടിയ വിവരങ്ങൾ. ടൈപ്പ് ഓഫ് പെന്ന്, നമ്പർ ഓഫ് പാക്കറ്റ്സ്. ബാൾ പോയിൻ്റ് പെന്ന് 81 പാക്കറ്റ് ഉണ്ട്. ജെൽ പെന്ന് 86 പാക്കറ്റ് ഉണ്ട്. ഇങ്ക് പെന്ന് 93 പാക്കറ്റ് ഉണ്ട്. ആകെ പാക്കറ്റ് എത്ര? 260. ഇത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഇത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയാണ്. അതിൻ്റെ എക്സാമ്പിളാണ് എടുത്തത്. അപ്പോൾ ഇത് നോക്ക്, ഇത് ടാബുലേഷനാണ്. ഇത് ടേബിൾ ഫോമിലല്ലേ തന്നിട്ടുള്ളത്. ഇത് ടാബുലർ ഫോമാണ്. ഇത് വേറൊരു ടാബുലർ ഫോമിന് ഇവിടെ. ഇതിപ്പോൾ ഇത് ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആണ് തന്നിട്ടുള്ളത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആയിക്കോ. നമ്പർ ഓഫ് പെൻസ് പെർ പാക്കറ്റ്സ്. ഒന്നാമത്തെ പാക്കറ്റ്സിൽ 136 പെന്നുണ്ട്. അഞ്ചാമത്തെ പാക്കറ്റിൽ 124 ഉണ്ട്. ടോട്ടൽ എത്ര പെന്നിൽ? 260. ഇതെന്താണ്? ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതായത് ഇതിൽ മെഷർമെൻറ്റിനാണ് പ്രാധാന്യമുള്ളത്.
അടുത്തത് ജിയോഗ്രാഫിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇന്ത്യയിൽ 101, ചൈനയിൽ 106 പാക്കറ്റ് ഉണ്ടാക്കി, തായ്ലാൻഡിൽ 31 പാക്കറ്റ്, ജപ്പാനിൽ 22 പാക്കറ്റ്, ടോട്ടൽ എത്ര? 260 പാക്കറ്റ്. ഇതൊക്കെ ടാബുലർ ഫോമിലല്ലേ ഉള്ളത്. അപ്പോൾ ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ നേരത്തെ ടാബുലർ ഫോമിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റും. അടുത്തത് ആ മാസവും പെന്നും പാക്കറ്റും തമ്മിലുള്ള ആ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതിന് നമുക്ക് ടാബുലർ ഫോമിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. അതിന് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയും. ഫെബ്രുവരിയിൽ 53 പാക്കറ്റ്, മാർച്ചിൽ 50 പാക്കറ്റ്, ഏപ്രിലിൽ 47 പാക്കറ്റ്, അങ്ങനെ ടോട്ടൽ എത്ര പാക്കറ്റ്? 260 പാക്കറ്റ് ഉണ്ട്. ഇനി ക്ലാസിഫിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷനും ടാബുലേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്തിനാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ടാബുലേറ്റ് ചെയ്യുന്നത്? തന്നിരിക്കുന്ന ഡാറ്റേനെ ക്ലാസിഫൈ ചെയ്യുന്നതും ടാബുലേറ്റ് ചെയ്യുന്നതും എന്തിനെന്ന് നോക്കാം. ഫോളോയിങ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. അപ്പോൾ എന്തെല്ലാമാണ്? ഒന്നാമത് ടു സിംപ്ലിഫൈ ദ കോംപ്ലക്സ് ഡാറ്റ. അത് സങ്കീർണമായിട്ടുള്ള ഡാറ്റേനെ സിംപ്ലിഫൈ ചെയ്യും. രണ്ടാമത്തത് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ, അതായത് താരതമ്യ പഠനത്തിന് ഉപകരിക്കും. മൂന്നാമത്തത് ടു ഫെസിലിറ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്താൽ അല്ലെങ്കിൽ ടാബുലേറ്റ് ചെയ്താൽ ചെയ്യാൻ എളുപ്പമാണ്. ടു സേവ് ടൈം സ്പേസ് ആൻഡ് എനർജി, അതായത് ടൈം സേവ് ചെയ്യാനും സ്ഥലം സേവ് ചെയ്യാനും ഊർജം സേവ് ചെയ്യാനും ഉപകരിക്കും. അതായത് കൂടുതൽ സമയമൊന്നും വേണ്ട, ടാബുലർ ഫോമിൽ തന്നാൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ടു ക്ലാരിഫൈ സിമിലാരിറ്റി ആൻഡ് ഡിസിമിലാരിറ്റി, അപ്പോൾ സാദൃശ്യമില്ലായ്മയും നമുക്ക് ഇതിൽ നിന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ടു ഓർഗനൈസ് ഡാറ്റ ലോജിക്കലി ആൻഡ് സയൻറ്റിഫിക്കലി, അപ്പോൾ ഡാറ്റേനെ ലോജിക്കലും സയൻറ്റിഫിക്കുമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും, സംഘടിപ്പിക്കാൻ പറ്റും. ടു ഗ്രാസ്പ് ദ ഇൻഫർമേഷൻ, അപ്പോൾ വിവരങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഈ ക്ലാസിഫൈയും ടാബുലേറ്റും ചെയ്തു കഴിഞ്ഞാൽ ഗ്രഹിക്കാൻ ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരങ്ങൾ ഗ്രഹിക്കാൻ എളുപ്പമാണ്. ഇനി അടുത്തത് അതിൽ 1 വേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, 2 വേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 1 വേ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് നോക്കാം. അതിന് ഇവിടെ ഞാനൊരു എക്സാമ്പിൾ 1 വേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്പർ ഓഫ് പെൻസ് പെർ പാക്കറ്റ്സ്, ഒന്നാമത്തെ പാക്കറ്റ്സിൽ 136, അഞ്ചാമത്തെ പാക്കറ്റിൽ 124. ഇത് 1 വേ ക്ലാസിഫിക്കേഷൻ ഒരു ഉദാഹരണമാണ്. വേറൊരു ഉദാഹരണം ഇത് മേഡിനും നമ്പർ ഓഫ് പാക്കറ്റ്സും. ഇന്ത്യ 101 പാക്കറ്റ്, ചൈന 106, തായ്ലാൻഡ് 31, ജപ്പാൻ 22, ടോട്ടൽ 260. അത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ആണെങ്കിലും അത് 1 വേ ക്ലാസിഫിക്കേഷനാണ്. അവിടെ ഒന്നിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. അതായത് നമ്പർ ഓഫ് പാക്കറ്റ്സ്, ഓരോന്നിലും എത്ര നമ്പർ ഓഫ് പാക്കറ്റ്സ് ഉണ്ട് അതിനാണ് പ്രാധാന്യം, ഒരു വിവരത്തിനാണ് പ്രാധാന്യം. പക്ഷേ 2 വേ ക്ലാസിഫിക്കേഷൻ ആകുമ്പോൾ അവിടെ രണ്ട് ഇതിന് പ്രാധാന്യം ഉണ്ടാകും. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്പർ ഓഫ് പെൻസ് പെർ പാക്കറ്റ്. നമ്പർ ഓഫ് പാക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നാമത്തെ പാക്കറ്റ് ഒന്നില്ല പാക്കറ്റ് എത്ര എണ്ണം? ബാൾ പോയിന്റ് പെന്ന് 38 ഉണ്ട്, ജെൽ പെന്ന് 49 ഉണ്ട്, ഇങ്ക് പെന്ന് 49 ഉണ്ട്. അപ്പോൾ ഒന്നുള്ള പെന്ന്, ഒന്നുള്ളതും എത്ര ഓരോന്നും എത്ര പെന്നുണ്ട്. അപ്പോൾ 2 ഐറ്റത്തിനാണ് അവിടെ പ്രാധാന്യം. അടുത്ത 5 പാക്കറ്റ് ബാൾ പോയിന്റ് 43 ഉണ്ട്, ജെൽ പെന്ന് 37 ഉണ്ട്, ഇങ്ക് പെന്ന് 44 ഉണ്ട്. ഇവിടെ നോക്കിക്കോളൂ, 5 എന്നുള്ളത് ഒരു ഐറ്റംസ്, നമ്പർ ഓഫ് പെൻസ് ആണ്. അപ്പോൾ 5 എന്നുള്ളത് ഒരു ഐറ്റംസ്. അതേപോലെ അതിൽ ബാൾ പോയിന്റ്, ജെൽ പെന്ന്, ഇങ്ക് പെന്ന്, ടോട്ടൽ പെന്ന് എത്ര ഉള്ളത്? 124. അപ്പോൾ 2 ഐറ്റത്തിനാണ് അവിടെ പ്രാധാന്യമുള്ളത്. മറ്റത് അങ്ങനെയല്ല, മറ്റത് ഒരു ഐറ്റത്തിനാണ് അവിടെ പ്രാധാന്യമുള്ളത്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് 101 പ്രാധാന്യം, രാജ്യത്തിനകത്ത് പ്രാധാന്യമില്ല. ചൈന 106. അത് 1 വേ ക്ലാസിഫിക്കേഷൻ. ഇവിടെ ഒന്നിന് 2 വേ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ 2 ഇതിന് 2 സ്ഥലത്ത് നോക്കേണ്ടി വരും നമുക്ക് വിവരങ്ങൾ കിട്ടണമെങ്കിൽ. ഇപ്പോൾ ഒന്നുള്ള ബാൾ പോയിന്റ് പെൻ എത്ര ഉള്ളത്, അപ്പോൾ ഒന്നിന് നേരെയും ബാൾ പോയിന്റ് പെന്നിന് നേരെയും നോക്കേണ്ടി വരും. 2 എൻട്രി നമ്മൾ നോക്കിയാലേ ഒരു ആൻസർ ലഭിക്കുകയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇന്ത്യക്ക് നേരെ എത്രയാണ്? 101, അല്ലെങ്കിൽ ഒരു പെന്നുള്ളത് എത്ര? 130. ഒരു ലൈന് മാത്രം നോക്കിയാൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കും. അപ്പോൾ 1 വേ ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ ഒരു ഡാറ്റേനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. 2 വേ ക്ലാസിഫിക്കേഷനിൽ 2 ക്യാരക്ടറിസ്റ്റിക്സ് പരിഗണിക്കുന്നുണ്ട്. അതിന് വേറൊരു ഉദാഹരണം, നമ്മൾ സ്കൂളിൽ നമ്മൾ ക്ലാസ് ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ തിങ്കളാഴ്ച എന്നുള്ളത് മൺഡേ എന്നുള്ളടത്ത് 7ാമത്തെ പീരീഡ് എത്ര? അപ്പോൾ 2 ക്യാരക്ടറിസ്റ്റിക്സിനെ പരിഗണിക്കണം. അതായത് മൺഡേ എന്നുള്ളത് പരിഗണിക്കണം, 7th പീരീഡ് എന്നുള്ളത് പരിഗണിക്കണം. അതിനാണ് നമ്മളവിടെ എൻട്രി ഇടുന്നത്. തിങ്കളാഴ്ച 7ാമത്തെ പീരീഡ് എന്തെന്ന്, അതെന്ത് ക്ലാസിഫിക്കേഷൻ ആയിരിക്കും? 2 വേ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. നമ്മളെ ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത്
ടു വേ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. അതായത് 2 ക്യാരക്ടറിസ്റ്റിക്സ് അതിന് പ്രധാനമായിട്ട്. ഉദാഹരണത്തിന് ബുധനാഴ്ച 5ാമത്തെ പീരീഡ് എന്താണ് ക്ലാസ് എന്നറിയുന്നത് എങ്ങനെയാണ്? 2 എൻട്രി നമ്മൾ നോക്കണം. ബുധൻ എന്നുള്ളത് അല്ലെങ്കിൽ വെനസ്ഡേ എന്നുള്ളത് നോക്കേണ്ടി വരും, 5th പീരീഡ് എന്നുള്ളത് നോക്കേണ്ടി വരും. അതിൻ്റെ രണ്ടും പിന്നെ മീറ്റിംഗ് പോയിന്റിൽ ഏത് ക്ലാസ്സാണ് ഉള്ളത് അതാണ് അന്നുള്ള ക്ലാസ്. ഇനി ഒരു ടേബിളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ടേബിളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് എ എന്ന് പറയുന്നത് ടേബിൾ നമ്പർ. അപ്പോൾ ആ ടേബിളിന് ഒരു നമ്പർ കൊടുക്കണം. ഇതൊന്നും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി, കാണാപ്പാടൊന്നും ആരും പഠിക്കാൻ പോണ്ട. ടേബിളിന് ഒരു നമ്പർ വേണം. അടുത്തത് ടൈറ്റിൽ ഓഫ് ദ ടേബിൾ. ഒരു ടേബിളിന് ടൈറ്റിൽ വേണം, അതായത് മേലെ ഹെഡിങ് വേണം. അടുത്തത് ക്യാപ്ഷൻസ് റെഫേഴ്സ് ടു ദ ഹെഡിങ് ഓഫ് ദ വെർട്ടിക്കൽ കോളംസ്. വെർട്ടിക്കലായിട്ട് വരുന്ന കോളം ഉണ്ടല്ലോ, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ പറഞ്ഞാൽ വരിയായിട്ടില്ല, മറ്റേ നിരയായിട്ട്. അപ്പോൾ നിരയായിട്ട് വരുന്ന കോളംസിൻ്റെ ഹെഡിങ്ങിനെയാണ് ക്യാപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. ഇതാ ക്യാപ്ഷൻസ് പറഞ്ഞാൽ ഇവിടെ മേലെ ഇതാ ഇങ്ങനെ B1 എന്ന് പറഞ്ഞാൽ താഴോട്ട് ഉള്ള വരുന്നതാണ്, B2 താഴോട്ട്. അപ്പോൾ ഇങ്ങനെ B1 B2 B3 എന്നുള്ളത്, ആ B1 കീഴ്പോട്ടുള്ളതിനെ മൊത്തത്തിൽ വരുന്നത് ക്യാപ്ഷൻ. അതിൻ്റെ ഹെഡിങ് B1ൻ്റെ മേലെ വരുന്ന ഹെഡിങ് ആണ് ക്യാപ്ഷൻ. B2ൻ്റെ മേലെ ഒരു ഹെഡിങ് വരും ആ കോളത്തിന്, അത് ക്യാപ്ഷൻസ് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ടേബിൾ നമ്പർ ഇവിടെ വരുന്നത്, നേരത്തെ പറഞ്ഞ ടേബിൾ നമ്പർ ഏറ്റവും മേലെ എഴുതും. ടൈറ്റിൽ അതിൻ്റെ താഴെ വരും. ഹെഡ് നോട്ട്. അടുത്ത സ്റ്റബ്സ് എന്ന് പറഞ്ഞാൽ എന്തത്, ടേബിളിൻ്റെ ഇടതുവശത്ത് വരുന്ന ഹെഡിങ് ആണ് സ്റ്റബ്സ്. അപ്പോൾ അടുത്തത് ഇവിടെ സ്റ്റബ്സ് ആണ്. അതായത് സ്റ്റബ്സ് റിഫേഴ്സ് ടു ദ ഹെഡിങ് ഓഫ് ദ ഹൊറിസോണ്ടൽ റോസ് ആൻഡ് ദേ ആർ യൂഷ്വലി റിട്ടൺ ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ റോസ്. അപ്പോൾ ഇടത്തെ സൈഡിൽ ആണ് അത് എഴുതുന്നത്. അത് ഓരോ റോവിൻ്റെ ഹെഡിങ് ആണ്, ഓരോ വരിയുടെ ഹെഡിങ്. ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാറ്റർ എഴുതുന്ന സ്ഥലത്താണ് ബോഡി എന്ന് പറയുന്നത്. ഇവിടെ ഇതാണ് ബോഡി, മൊത്തത്തിലുള്ളത് ബോഡി. പിന്നെ ഫൂട്ട് നോട്ട് പറഞ്ഞാൽ ടേബിളിൻ്റെ താഴെ എഴുതുന്ന മാറ്ററിനെയാണ് ഫൂട്ട് നോട്ട് പറഞ്ഞത്. സോഴ്സ് നോട്ട് പറഞ്ഞാൽ ഇത് സോഴ്സ് എവിടെ നിന്ന് ലഭിച്ചു എന്നില്ല, അവിടെ സോഴ്സ് നോട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇതിൽ ഒരു ടേബിളിൻ്റെ ഭാഗമാണ്. ഹെഡ് നോട്ട് അതിൽ ഹെഡ് നോട്ട് ഏറ്റവും മേലെ എഴുതുന്നുണ്ട്, ടേബിളിൻ്റെ ഏറ്റവും മേലെ എഴുതുന്നുണ്ട് ഹെഡ് നോട്ട്. അപ്പോൾ ഹെഡ് നോട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കി, ഫൂട്ട് നോട്ട് മനസ്സിലാക്കി. അതേപോലെ ഫൂട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ എന്തെന്ന്, ഹെഡ് നോട്ട് പറഞ്ഞാൽ എന്തെന്ന്, ഹെഡ് നോട്ട്സ് ആർ യൂഷ്വലി ഗിവൺ ഇൻ ദ റൈറ്റ് ടോപ്പ് കോർണർ ഓഫ് ദ ടേബിൾ ജസ്റ്റ് ബിലോ ദ ടൈറ്റിൽ. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡാറ്റ കണ്ടെയ്ൻഡ് ഇൻ ദ ബോഡി ഓഫ് ദ ടേബിൾ വിച്ച് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ ടൈറ്റിൽ. For example, the units of measurements are generally written as head notes like in lakhs or kilogram etc. In footnote പറഞ്ഞാൽ foot notes are given below the table and are meant to clarify anything which is not clear from the title, caption, stubs. അപ്പോൾ ടൈറ്റിൽ നിന്നോ ക്യാപ്ഷൻ നിന്നോ സ്റ്റബിൽ നിന്നോ കാര്യങ്ങൾ മനസ്സിലാവാത്തത് നമുക്ക് ഫൂട്ട് നോട്ടിൽ എഴുതാൻ പറ്റും. സോഴ്സ് നോട്ട് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ദ ഡാറ്റ ഗിവൺ ഇൻ ദ ടേബിൾ ഈസ് ടു ബി ഡിസ്ക്ലോസ്ഡ് ആസ് റൂൾ. ദിസ് എനേബിൾസ് ദ വെരിഫൈ ദ ഫാക്ട്സ് അബൌട്ട് ദ ഡാറ്റ. അതായത് നമുക്ക് കിട്ടിയ സോഴ്സ് ഉണ്ടല്ലോ, എവിടെ നിന്നാണ്, ഏത് സോഴ്സിൽ നിന്നാണ് ഡാറ്റ കിട്ടിയത് എന്നുള്ളത് സോഴ്സ് നോട്ടിലാണ് എഴുതേണ്ടത്. അപ്പോൾ അതാണ് ഈ ടേബിളിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ചാപ്റ്റർ 3 ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ശരിക്കും പഠിക്കുക. എല്ലാം ഒന്നും കാണാതെ പഠിക്കാൻ പോണ്ടാരും, എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ സെൻറ്റൻസിൽ എഴുതിയാൽ മതി. ഓക്കെ, താങ്ക് യു.